വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പിയാണ് റാഗി കൊത്ത് ചപ്പാത്തി. ഫസ്റ്റ് നമുക്ക് ചപ്പാത്തി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റാഗി പൗഡറിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് വാട്ടറായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ഓയിലില്ലാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1/2 സ്പൂൺ മാത്രം ബട്ടർ ആഡ് ചെയ്യുക. കൂടുതൽ ബട്ടർ ആഡ് ചെയ്യൽ. വെയിറ്റ് ഗെയിൻ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ നമുക്ക് ഫുൾ ബട്ടർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഒനിയൻ ആൻഡ് ടൊമാറ്റോ ആണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു കുത്തുമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു എഗ്ഗാണ്. ഒരാൾക്ക് ഒരു എഗ്ഗിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിതിപ്പോൾ ഒരു ഡിന്നറായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോട്ടീൻ ഇൻടേക്ക് മോർണിംഗ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ 1 എഗ്ഗിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 എഗ്ഗ് വരെ യൂസ് ആക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ചപ്പാത്തി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എഗ് മിക്സ്ചറിനകത്തേക്ക് ഞാൻ ഈ ഒരു ചപ്പാത്തിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ചോയ്സിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ബൈ.